കാരുണ്യത്തിന്റെ നിറകുടങ്ങളായ രക്ഷിതാക്കളെ, വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1499 ജന്മദിനത്തോടനുബന്ധിച്ച് നമ്മുടെ പവിത്രമായ ബദറുൽ ഇസ്ലാം മദ്രസയിലെ കലാപരിപാടിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എന്നിൽ അർപ്പിതമായ വിഷയം മാതാപിതാക്കളോടുള്ള കടമകൾ എന്നതാണ്. മാതാപിതാക്കൾ വിലമതിക്കാനാകാത്ത സമ്പത്താണ്. വിശ്വസികളാകുന്ന നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് പാരത്രിക ലോകം വിജയിക്കുക എന്നത്. അടിവാര്യങ്ങളിലൂടെ അരുവിയൊഴുകുന്ന പരിശുദ്ധമായ സ്വർഗം നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ഉമ്മയുടെയും ഉപ്പയുടെയും ഗുഡ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അത് ലഭിക്കാത്ത പക്ഷം നമ്മൾ എത്ര നിസ്കരിച്ചാലും നോമ്പെടുത്താലും ഹജ്ജ് നിർവഹിച്ചാലും സൽക്കർമ്മ നിരതരായാലും സ്വർഗം നമുക്ക് ലഭിക്കുകയില്ല. പാരത്രിക ലോകത്തെ എല്ലാം നഷ്ടപ്പെട്ട് നമ്മൾ അകമ്പതിക്കും. അതുകൊണ്ടാണ് നമ്മുടെ മുത്തുനബി നമ്മെ പഠിപ്പിച്ചത് സ്വർഗം മാതാവിനും പിതാവിനും പാദസേവ ചെയ്യുന്നതിലൂടെയാണ് എന്ന്. ആ നേതാവ് നമ്മെ പഠിപ്പിച്ചു. ഒരിക്കൽ ആ മഹാനായ പ്രവാചകന്റെ മുൻപിൽ ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, അള്ളാഹുവിന്റെ തിരുദൂതരെ, എനിക്ക് ലോകത്തെ ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ആരോടാണ് നബിയെ? അവിടുന്ന് പറഞ്ഞു തരണം യാ റസൂലുള്ളാഹ്. പുന്നാര പ്രവാചകൻ പറഞ്ഞു, ഉമ്മയോടാണ്. പിന്നെ ആരോടാണ് പ്രവാചക? സ്വഹാബത്ത് വീണ്ടും ചോദിച്ചു, ഉമ്മയോടാണ്. മൂന്നാമത്തെ പ്രാവശ്യവും പ്രവാചകൻ പറഞ്ഞു, ഉമ്മയോടാണ്. നാലാമത്തെ പ്രാവശ്യം പ്രവാചകൻ പറഞ്ഞു, വാപ്പയോടാണ്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ നമ്മുടെ ഉമ്മയോടും ഉപ്പയോടും എത്രമാത്രം കടപ്പെട്ടിരിക്കുമെന്ന്. അവരോട് വിഷമമുണ്ടാക്കുന്ന ഒരു വാക്കോ പ്രവൃത്തിയോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അവരോട് ചേ എന്നൊരു വാക്ക് പോലും മിണ്ടിപ്പോകരുത് എന്നാണ് ഖുർആനിന്റെ കൽപ്പന. അവരെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നുവോ അതനുസരിച്ച് അള്ളാഹു നമ്മളെ രണ്ട് ലോകത്തും ഉയർത്തിക്കൊണ്ടിരിക്കും. ഒരിക്കൽ പുന്നാര പ്രവാചകൻ ലോകത്തോട് പ്രഖ്യാപിച്ചു, മാതാപിതാക്കളെ കണ്ണുനീർ കുടിപ്പിക്കുകയും അവരെ അവജ്ഞയോടെ തള്ളുകയും തൊലിചുളുങ്ങുന്ന വാർദ്ധക്യ ദിശയിലെത്തുമ്പോൾ അവരെ യൂണിറ്റുകളിലേക്കുമൊക്കെ വലിച്ചെറിയുന്ന ഒരു കാലഘട്ടം നിങ്ങളിൽ കണ്ടാൽ അത് ഈ ലോകത്തിന്റെ അവസാനത്തെ നിങ്ങൾ പ്രതീക്ഷിച്ചുവെന്ന് പ്രവാചകൻ ലോകത്തോട് പറഞ്ഞു. അള്ളാഹു നമുക്ക് തന്നെ ഏറ്റവും വലിയ രണ്ട് അനുഗ്രഹമാണ് നമ്മുടെ ഉമ്മയും ഉപ്പയും. അള്ളാഹുവെ, ജീവിച്ചിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും ദീർഘായുസ്സ് കൊടുക്കണമേ, മരിച്ചവർക്ക് പൊറുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും.